الرحمن الرحيم لهم ما يشاءون عند ربهم ذلك جزاء المحسنين ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد ومن يهد الله فما له من مضل أليس الله بعزيز ذي انتقام ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون قل يا قوم اعملوا على مكانتكم إني عامل فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم إنا أنزلنا عليك الكتاب للناس بالحق فمن اهتدى فلنفسه ومن ضل فإنما يضل عليها وما أنت عليهم بوكيل الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون بل اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 43-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 41-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല മനുഷ്യർക്ക് യഥാർത്ഥമായ സത്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥം അഥവാ ഖുർആൻ ഇറക്കിക്കൊടുത്തതിനെ സംബന്ധിച്ച് പറയുകയും
അതിൻ്റെ മാർഗം ഒരാൾ സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം അവന് തന്നെയാണ്, അത് നിരാകരിച്ചാൽ അതിൻ്റെ ദോഷവും അവന് തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി 42-ാമത്തെ ആയത്തിൽ. ഏത് സമയത്തും ഈ ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ അന്ത്യസമയം നമുക്ക് വന്നെത്താം, നമ്മൾ മരണപ്പെടാം. രാത്രി ഉറക്കിലും മരിക്കാം, ഉണർച്ചയിലും മരിക്കാം, ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ മരിക്കാം, നടന്നുകൊണ്ടിരിക്കാൻ മരിക്കാം, ഒരുപാട് കാലം രോഗിയായി കിടന്നും മരണപ്പെടാം, പ്രായവ്യത്യാസമില്ല. അപ്പം അള്ളാഹു മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം മരിക്കുവോളം നിങ്ങൾക്ക് കുറേ സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു തരുന്ന ഗ്രന്ഥം ഇറക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം, അഥവാ പലപ്പോഴും മനുഷ്യൻ ഒരു യഥാർത്ഥ ലോകത്തല്ല ജീവിക്കുക, ഒരു സാങ്കല്പിക ലോകത്ത്, അല്ലെങ്കിൽ ആശയുടെയും ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ലോകത്താണ് മനുഷ്യൻ ജീവിക്കുക. മനസ്സ് നിറയെ കുറേ ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്, ആ ലോകത്താണ് മനുഷ്യൻ ജീവിക്കുക. അള്ളാഹു തആല ഖുർആനിലൂടെ ചെയ്യുന്നത് യഥാർത്ഥമായ ജീവിതത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് കുറേ ഹക്കുകളാണ് അള്ളാഹ് ഇറക്കി തന്നതെന്ന് പറയാനുള്ള കാരണം. യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കണം. പലപ്പോഴും നമുക്ക് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, നമ്മൾ തിരിച്ചറിവ് ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ പോലും ഉണ്ടാകാതെ പോകും. ഇപ്പോൾ നമ്മളെ കൂടെ നടക്കുന്ന, നമ്മളെക്കാൾ ആരോഗ്യമുള്ള, നമ്മളെക്കാൾ എല്ലാമുള്ള, കഴിവുള്ള, എല്ലാ കാര്യങ്ങളുമുള്ള ഒരാൾ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, പഠിച്ചവനെ എന്തെല്ലാം ആഗ്രഹങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എത്ര പെട്ടെന്നാണ് പോയത്, ഒന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, വിചാരിച്ചതൊന്നും ചെയ്യാൻ പറ്റിയില്ല, എത്ര പെട്ടെന്നാണ് പോയത്. നമ്മൾ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അപ്പോൾ. പക്ഷേ ആ ഹക്ക് അനുഭവിച്ചത് ശരിക്ക് ആ മനുഷ്യനാണ്, ആ മരണപ്പെട്ട വ്യക്തിയാണ് അനുഭവിക്കുന്നത്. നമ്മൾ ഒരു കാഴ്ചക്കാർ മാത്രമാണ്. നമ്മൾ അവനെപ്പറ്റി അപ്പം ചിന്തിക്കാം, അവനെപ്പറ്റി നമ്മൾ ചിന്തിക്കും. അവനെ എങ്ങനെ, അവൻ്റെ ബാക്കിയുള്ളവർ, ആളുകൾ, മക്കൾ എങ്ങനെ ജീവിക്കും, 2-3 മക്കളാണ്, അവൻ്റെ പ്രായമായ മാതാപിതാക്കളാണ്, ഇനി എങ്ങനെയാണ് ഓരൊക്കെ ജീവിക്കാൻ നമ്മൾ ആലോചിക്കുക. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെങ്ങനെ, ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഇൻഷാ അല്ലാഹ് എനിക്കും വരും, എന്തായിരിക്കും എൻ്റെ അവസ്ഥ, നമ്മൾ സ്വന്തത്തിലേക്ക് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവാറില്ല. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ പഠിച്ചോ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും റബ്ബ്. അങ്ങനെ കുറേ യാഥാർത്ഥ്യങ്ങളാണ് ഈ ഖുർആനിൽ അല്ലാഹ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു സത്യമാണ് എങ്കിൽ നമ്മൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ഇനി എപ്പോൾ, എവിടെ വെച്ച്, ഏത് രൂപത്തിൽ മരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം പറ്റില്ല. നമ്മളുണ്ടാക്കിയ സമ്പത്ത് ആര് കൊണ്ടായാലും, അതാര് കൈകാര്യം ചെയ്താലും, നമ്മളെ ബാക്കിയുള്ളവർ എങ്ങനെ ജീവിച്ചാലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെ ആയിട്ട് പലരും ഇനി അവരൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ അവരെക്കാൾ ഉഷാറായിട്ട് ജീവിക്കണം നമ്മളൊക്കെ കണ്ടത്. പലതും അങ്ങനെയാണ്. ഇനി അവരൊക്കെ എങ്ങനെ ജീവിക്കുന്ന ആശങ്കപ്പെട്ടയിടത്ത് പിന്നീട് നമ്മൾ കാണുന്നത് അവരൊക്കെയും ഉഷാറായിട്ട് പിന്നെ ജീവിക്കണതൊക്കെ കണ്ടത്. പക്ഷേ ഈ മരിച്ചുപോയതിൻ്റെ അവസ്ഥ എന്താ? ഈ മരിച്ചുപോയ വ്യക്തിയുടെ അവസ്ഥ, ബാക്കിയുള്ളവർ ജീവിക്കും, എങ്ങനെയെങ്കിലൊക്കെ അവർ ജീവിക്കും, മരിച്ചുപോയതിൻ്റെ അവസ്ഥ എന്താ? ആ സ്ഥാനത്തേക്ക് നമ്മളെ കൊണ്ടുവരണം. അതാണ് ഈ 41-ഉം 42-ഉം ആയത്ത് അള്ളാഹ് പറഞ്ഞത്. അതാണ് നമ്മൾ ഈ അള്ളാഹു നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിൽ ഇറക്കി തന്നത്. നിങ്ങളുടെ ജീവിതം ഈ ഈ സാങ്കല്പിക ലോകത്തിനെ കൊണ്ട് വന്നിട്ട് യഥാർത്ഥ ലോകത്ത് നിങ്ങൾ ജീവിക്കണം. കുറേ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തിയിട്ട് ജീവിക്കണം. പെട്ടെന്ന് നിങ്ങൾ പെട്ടുപോകരുത്, അബദ്ധം സംഭവിക്കരുത്. പലരും അങ്ങനെയാണ്. മറ്റു പലർക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം അവനവൻ്റെ കബറിലേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അവനവൻ്റെ പരലോകത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ പെട്ടുപോയവരാണ്, അവരൊക്കെ അബദ്ധം സംഭവിച്ചവരാണ്. അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുന്ന ഒരാളായി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ ഈ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് കുറേ ഹക്ക് ഇറക്കി തന്നെന്ന് പറഞ്ഞ് അതിനുശേഷം ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ്, പലപ്പോഴും പല ആളുകളും നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോളും എന്നൊരു ധാരണ നമ്മളെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പലരിലും അള്ളാഹുവിന് നമ്മൾ ബലമേൽപ്പിച്ച് അള്ളാഹുൽ തവക്കുലാക്കി റബ്ബിലേക്ക് മടങ്ങി, റബ്ബിലേക്ക് ഇനാബത്ത് ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി അങ്ങനെ ഒരു ബോധത്തിൽ ജീവിക്കുന്നതിന് പകരം
നമ്മൾ എങ്ങനെ ജീവിച്ചാലും വേറെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകും എന്ന ഒരു ചിന്ത ഉള്ളിലും പണ്ട് കാലത്തെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അവനവന് വേണ്ട കാര്യം അവനവൻ തന്നെ ചെയ്യണം. അവനവന് വേണ്ട കാര്യം അവനവൻ തന്നെ ചെയ്യണം. അല്ലാതെ ഒരു രക്ഷയും അതല്ലാതെ നിങ്ങൾക്ക് കിട്ടൂല എന്ന് അല്ലാഹു തആല വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ആയത്താണ് 43-ാമത്തെ ആയത്ത്. ഈ മക്കത്തെ മുശ്രിക്കീങ്ങൾ ഖുർആൻ ഇറങ്ങുന്ന നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്ന ആൾക്കാർ അവരാണ്. അതൊരു നമ്മളെ ഒരു അധ്യാപകനെ, ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച ആൾക്കാരാണല്ലോ, ഒരു അധ്യാപകൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അധ്യാപകർ നേർവഴിക്ക് നടത്തുകയാണ്. അള്ളാഹു നമ്മളെ നേർവഴിക്ക് നടത്തുക. ഒരു അധ്യാപകൻ ചില എക്സാമ്പിൾ കാണിച്ചു തരും, ചില ഉദാഹരണങ്ങൾ കണ്ടില്ലേ, ഇത് നോക്കി നിങ്ങൾ ഇങ്ങനെ ഒരു ആളെപ്പോലെ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ ഇന്നൊരു സമൂഹത്തെ പോലെ എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരും അള്ളാഹ്. പിന്നെ അത് നേർവഴി നടത്താൻ വേണ്ടി അതേപോലെ അല്ലാഹു തആല നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്നൊരു വിഭാഗമാണ് ഖുർആൻ ഇറങ്ങുന്ന കാലത്തെ മക്കാ മുശ്രിക്ക്. അവർക്ക് അള്ളാഹിനെ കുറിച്ച് ബോധമുണ്ട്, അള്ളാഹിനെ അവർക്ക് അറിയാം. ഒരു കാബന്റെ ചുറ്റുപാട് ജീവിക്കുന്ന ആൾക്കാരാണ്, മക്കത്താണ്, ഖുറൈശികളാണ്. അവരുടെ ബേസിക് കേന്ദ്രം കാബയാണ്. കാബ അന്നുണ്ട്. കാബ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി ഉണ്ടാക്കിയതാണ്, അന്നുണ്ട് കാബ അവിടെ. ആ കാബയെ ബേസ് ചെയ്ത് ജീവിക്കുന്നവർക്ക് നിസ്കാരമുണ്ട്. പക്ഷെ ആ നിസ്കാരം ശരിയായിരുന്നില്ല. അവർക്ക് ഹജ്ജുണ്ട്, അവർക്ക് ഉംറയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ശരിയായിരുന്നില്ല. എന്നാൽ അവർ ഇഷ്ടം പോലെ കള്ളുകുടിക്കും, അവർ വ്യഭിചരിക്കും, അവർ പലിശക്ക് കൊടുക്കും, പലിശൻ്റെ കച്ചവടം നടത്തും, പലിശ ഇരട്ടിയായി അവർ സമ്പാദിക്കും. അവർ മുഴുവൻ കച്ചവടക്കാരായിരുന്നു, 99% കച്ചവടക്കാരായിരുന്നു. അവർ ബിസിനസ്സിൽ തിരിമറി നടത്തും, ആൾക്കാരെ പറ്റിക്കും, ചന്തയിൽ മാർക്കറ്റിൽ അവർ വിപണിയിൽ അവർ തന്ത്രങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ എന്തൊക്കെ ഇന്നത്തെ ആധുനിക കാലത്ത് എന്തൊക്കെ തെറ്റുകളും കുറ്റകൃത്യങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നൊരു സമൂഹമായിരുന്നു അവർ. അതുകൊണ്ടാണ് അള്ളാഹ് നമുക്ക് അവരെ കാണിച്ചു തരുന്നത്. അവരെ കാണിച്ചു തന്നിട്ട് എന്നിട്ട് അവർക്ക് അള്ളാഹിനെ പറ്റി അറിയാൻ ബോധമുണ്ട്, നിസ്കാരമുണ്ട്, ഉംറയുണ്ട്, ഹജ്ജൊക്കെ ഉണ്ട് മക്കത്തെ മുശ്രിക്കിന്. എന്നിട്ട് അവർ ഈ തിന്മൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇന്നിപ്പോൾ നമ്മൾ അള്ളാഹിനെ പറ്റി അറിയണവനെ ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ അള്ളാഹിനെ പറ്റി അറിയാം, റസൂലിനെ പറ്റി ഒക്കെ അറിയാം, സന്നിധികളൊക്കെ അറിയാം. പക്ഷെ എന്നിട്ടും തിന്മകളും തെറ്റുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? അന്നും അതേ അവസ്ഥയാണ്. അന്നും ഇതൊക്കെ അവർ ചെയ്തിട്ടും അവർ ഈ തിന്മകളൊക്കെ ഈ ബോധമൊക്കെ ഉണ്ടായിട്ടും തിന്മ ചെയ്യാനുള്ള കാരണം എന്താണ്? അവർ ശുപാർശകരായ കുറച്ച് ആളുകളുടെ ശുപാർശ കൊണ്ട്, റെക്കമെൻഡേഷൻ കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകും എന്നൊരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? തിന്മകളും തെറ്റുകളും ചെയ്തത്. അതല്ല അവരെ ചോദിക്കണത്. അമിത്തഹദു മിൻ ദൂനില്ലാഹി ശുഫഅ. അർത്ഥം ശ്രദ്ധിക്കണം. 43-ാമത്തെ ആയത്ത്. അതല്ല. അപ്പം എന്താണ് ഇങ്ങനെ നോക്കി നിങ്ങൾ ഈ ആയത്ത് നമ്മളെ ബന്ധം മരണത്തെക്കുറിച്ച് പറഞ്ഞ് ഉറക്കിൽ മരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഉറക്കമല്ലാത്ത സമയത്തുള്ള മരണത്തെക്കുറിച്ചും പറഞ്ഞ് എന്നിട്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് അതല്ല. അതല്ല, ഇത്തഹദു നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ ശുപാർശകരെ. കണ്ട, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ശുപാർശകരെ സ്വീകരിച്ചിരിക്കുകയാണോ? കുൽ, ചോദിക്കുക നബിയെ, അവരായിരുന്നാൽ പോലുമോ ലാ യംലികൂന ഷൈഅൻ, അവർ ഒന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും ഇപ്പൊ ഈ വിഗ്രഹങ്ങൾ അവർ ശുപാർശകരായി കാണുന്ന ആരാധ്യ വസ്തുക്കളൊക്കെ ഒന്നും ഉടമപ്പെടുത്തി, ഒന്നിൻ്റെയും മാലിക്കല്ല. ലാ യംലികൂന ഷൈഅൻ, അവർ ഒന്നിൻ്റെയും മാലിക്കല്ല, ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല. അവരൊന്നും അവർ രൂപം ഉണ്ടാക്കി വെച്ചതാണ്, പലരുടെയും രൂപം ഉണ്ടാക്കി വെച്ചതാണ്. അവരൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. വലാ യഅഖിലൂൻ, അവർക്ക് ആലോചനാശേഷിയുമില്ല, ചിന്താശേഷിയുമില്ല. ഇതൊന്നുമില്ലാത്ത ഈ വസ്തുക്കളായിട്ട് പോലും നിങ്ങൾ അവരെ ശുപാർശകരായി സ്വീകരിക്കുകയാണോ എന്നാണ്. അപ്പം ശരി, അപ്പം നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് ശഫാഅത്തിനെ കുറിച്ചാണ്. എന്താണ് ഈ ശഫാഅത്തിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ ആവശ്യകത എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ശഫാഅത്തിൻ്റെ ഇനങ്ങളൊക്കെ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ശഫാഅത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിൻ്റെ കാരണം എന്താണ് ശഫാഅത്ത്, ആർക്കാണ് ശഫാഅത്ത്, ഏതൊക്കെ ശഫാഅത്താണ് ഉള്ളത്, ഇല്ലാത്ത ശഫാഅത്ത് ഏതാണ്, ആർക്കാണ് ശഫാഅത്ത് ഉപകാരപ്പെടുക, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
ഇൻഷാ അല്ലാഹ് ഈ ഷഫാഅത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പം നമുക്കറിയാം നമ്മളെ എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്ന കുറേ വേദനകളും കുറേ പ്രയാസങ്ങളും കുറേ ആകുലതകളൊക്കെ നമ്മളെ മുന്നിൽ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളെ അമലൊന്നും പോരാ എന്ന ഒരു 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 ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു പോകുമോ, മരണത്തിന് ശേഷം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതൊക്കെ നമ്മളെ ഉള്ളിൽ കിടക്കുന്ന നീറുന്ന കുറച്ചെങ്കിലും ഒരല്പമെങ്കിലും ഈമാന് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അതൊക്കെ ആയിരിക്കും. അല്ലാതെ നമ്മളെ കച്ചവടമോ ബിസിനസ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അതൊക്കെ മരിക്കോളം നമുക്ക് ജീവിക്കാനുള്ള സംഗതിയാണ്. നമ്മളെ കച്ചവടവും നമ്മളെ ബിസിനസ്സും നമ്മളെ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ മരിക്കോളം നമുക്ക് ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ളതാണെന്ത് നമ്മളെ ഈ വരുമാന മാർഗങ്ങളൊക്കെ. നമുക്ക് ഒരാളെ സഹായിക്കണം തോന്നിയാൽ എടുത്തു കൊടുക്കാനുണ്ടാകണം. ഒരു ദീനിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം എന്ന് തോന്നുമ്പോൾ എടുത്തു കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ടാകണം. ആര് നമ്മളെ മുന്നിൽ വന്ന് സഹായം ചോദിച്ചാലും ഒന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാൻ നമ്മളെ കയ്യിൽ വേണം. മരിക്കുവോളം അന്തസ്സായിട്ട് ജീവിക്കണം. നമ്മൾ മരിച്ചാലും നമ്മളെ മക്കൾ കഷ്ടപ്പെടരുത്, പ്രയാസപ്പെടരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് നമ്മളെ ദുനിയാവെന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളെ ഉറക്കം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ടെൻഷൻ അടിച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിസ്കരിക്കാൻ കൈയ്യട്ടി അപ്പം കച്ചവടം മനസ്സിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഇബാദത്തിലേക്ക് മുഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ ദുനിയാവിൻ്റെ കാര്യം ചിന്തയിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ പിന്നാലെ വരും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് നിങ്ങളെ തേടി വരും. ഇത് ഖുർആനിലെ ഒരുപാട് ആയത്തിൻ്റെ ആശയ. അത് നിങ്ങളെ തേടി വരും. പിന്നെ നമ്മൾ ആലോചനപ്പെടുത്തേണ്ട കാര്യം എന്താണ്, നമ്മളെ ചിന്തയിലേക്ക് വരേണ്ട കാര്യം എന്താണ്? ആ കാര്യം എന്ന് പറയുന്നത് പടച്ചോനെ എൻ്റെ മരണത്തിന് ശേഷമുള്ള എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ്. അപ്പോൾ ഈമാൻ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആലോചനപ്പെടുത്തുന്ന കാര്യം നമ്മളെ ചിന്തയിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യം അതായിരിക്കും. നമ്മളൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, ഒരു അൽഹംദുലില്ലാഹ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതാണ്ട് പടച്ചോനെ ഈ സുബ്ഹാനല്ലാഹ് എനിക്ക് ഉപകാരപ്പെടണം, ഈ അൽഹംദുലില്ലാഹ് എനിക്ക് ഉപകാരപ്പെടണം. ഈ ചിന്ത ഇല്ലാത്തവന് ഒരു 10,000 തവണ സുബ്ഹാനല്ലാഹ് ഈ യന്ത്രത്തിനെ നെക്കിയിട്ടും കാര്യമില്ല. 1,00,000 തവണ ഈ അൽഹംദുലില്ലാഹ് നിങ്ങൾ നെക്കിയിട്ട് കാര്യമില്ല. തസ്ബീഹ്മാലൊന്നും നീക്കിയിട്ട് കാര്യമില്ല. ഈ ചിന്ത ഉള്ളവന് കൈയൊന്ന് ഉയർത്തിയാൽ പടച്ചോനെ എന്ന ചിന്ത വരുമ്പോൾ അത് നമ്മളെ വരാനിരിക്കുന്ന ലോകത്തിലേക്കുള്ള ചിന്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. അത് കുറച്ചെങ്കിൽ ഈമാണ്ടക നമ്മൾ ആലോചനപ്പെടുന്ന കാര്യം അതാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ചിന്ത നമുക്ക് വരുമ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ മറച്ചു വെച്ച ഈ ഖുർആൻ, ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, ഈ മറച്ചു വെച്ച ഖുർആൻ നമുക്ക് ശഫാഅത്ത് പറയും, ശുപാർശ പറയും. അതെന്തുകൊണ്ടാണ്? അള്ളാഹു അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്. എങ്ങനെ? ഇവർ ശുപാർശകരായി വെച്ച വസ്തുക്കൾക്കൊന്നും അള്ളാഹു തആല അതിന് അവകാശം കൊടുത്തിട്ടില്ല. ആരാണ് ഷഫാഅത്ത് പറയുക? ഈ ഷഫാഅത്തിന് ആയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഷഫാഅത്ത് ചെയ്യുക. അള്ളാഹു അനുവാദം കൊടുക്കുന്നത് മാത്രമാണ്. നമുക്ക് ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളല്ലാത്ത ഒന്നും നമുക്ക് ശുപാർശ പറയില്ല. പടച്ചോനെ ഇതാ എൻ്റെ അടിമ, എൻ്റെ ഇന്നാലിന്ന അടിമ. നമ്മൾ അഡ്രസ്സ് എവിടെ കൊടുക്കുക? എവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുക? നമ്മൾ അഡ്രസ്സ് കൊടുക്കൽ ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ളയിടത്ത് നമ്മളെ ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ളയിടത്താണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അഡ്രസ്സ് കൊടുക്കുക, അല്ലേ? നമ്മളെ പേരും നമ്മളെ അഡ്രസ്സും നമ്മൾ എവിടെ കൊടുക്കുക? ദുനിയാവിൽ നമുക്ക് ഒരാവശ്യം എവിടെയാണോ വരുന്നത് അവിടെയാണ് പലപ്പോഴും നമ്മൾ അത് കൊടുത്ത് നമ്മൾ അഡ്രസ്സ് കൊടുത്ത് നമ്മൾ ആരാണെന്ന് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. എങ്കിൽ ഇവിടെ നോക്കി നിങ്ങൾ, നമ്മുടെ അഡ്രസ്സ് അടക്കം ഇന്ന ആളുടെ മകൻ, ഇന്ന വ്യക്തി, ഇതാ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന് ശുപാർശ പറയാൻ അല്ലാഹു തആല അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഖുർആൻ നമ്മളെ പറ്റി പറയുക, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ചെന്നൈ പട്ടണത്തിലെ ഇന്ന സ്ഥലത്ത് ഇന്ന പള്ളിയിൽ ആ റൂമിൽ ഇത്രാമത്തെ ബെഞ്ചിലായി ഇന്ന സ്ഥലത്തായിട്ട് ഇരുന്ന് ഖുർആൻ കേട്ടിട്ടുണ്ട് പടച്ചോനെ, ഖുർആൻ പഠിച്ചിട്ടുണ്ട് പടച്ചോനെ എന്ന് ഈ ഖുർആൻ നമ്മൾ ഈ മുന്നിൽ മറച്ചു വെച്ച നമ്മൾ ഓതിയ ഖുർആൻ നമുക്ക് ശഫാഅത്ത് പറയും. അപ്പോൾ എന്താ നമ്മൾ ഉണ്ടാക്കണമെന്ന് അറിയാം. നമ്മളെ ഈ ചിന്ത, ഞാൻ നേരത്തെ പറഞ്ഞ ചിന്ത,
ദുനിയാവിലെ ചിന്ത മാത്രമാകുമ്പോൾ എങ്ങനെ ഇനി നമ്മൾ ഇനി ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാം. ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഖിറത്തിലേക്ക് കൂടുതൽ എങ്ങനെ ഉണ്ടാക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം അവിടേക്ക് ആവശ്യമായതൊക്കെ നമ്മൾ സുജൂദ് ചെയ്ത സ്ഥലം നാളെ അനുവാദം കൊടുക്കുമെന്ന ശുപാർശ പറയും. നമ്മൾ അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ ഇത് നമ്മൾ പഠിച്ചു വെക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അവിടെയാണ് നമുക്കൊരു ധൈര്യം കിട്ടും. ഷഫാഅത്തിനെ പറ്റി പഠിച്ചാൽ നമുക്കൊരു ധൈര്യം കിട്ടും. ഇല്ലാത്ത ഷഫാഅത്തിൻ്റെ പിന്നാലെയാണ് മനുഷ്യന്മാർ കൂടിയത്. ഇല്ലാത്ത ഷഫാഅത്തിൻ്റെ പിന്നാലെ കൂടിയത്, ഉള്ള ഷഫാഅത്തല്ല. ഇനി ഒരു ഉള്ള ഷഫാഅത്ത് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ചില യോഗ്യതകൾ നമുക്കുണ്ടാകണം. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാനിതിൽ പറയും. ചില യോഗ്യതകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഷഫാഅത്തൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇല്ല എങ്കിൽ ആ ഷഫാഅത്തൊന്നും കിട്ടൂല. അപ്പോൾ ആ യോഗ്യത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർത്ത് അതെപ്പോഴും സംഭവിക്കുമെന്ന തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് അതിന് ശേഷമുള്ള ലോകത്തേക്ക് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യണമോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ശരി. അപ്പോൾ ഷഫാഅത്തിനെ പറ്റിയുള്ള പഠനത്തിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായും 2 തരം ഷഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഒന്ന് ദുനിയാവിലെ ഷഫാഅത്താണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ ഷഫാഅത്ത് ദുനിയാവിൽ നമ്മൾ ഒരു ചെയ്യുന്ന മരിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന ഒരു ഷഫാഅത്താണ്, റെക്കമെൻഡേഷനാണ് പറഞ്ഞത്. അത് നല്ലതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പരലോകത്ത് ഗുണം കിട്ടും. അത് ചീത്തയാണെങ്കിലോ, നമ്മൾ ചീത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശുപാർശ ചെയ്തതെങ്കിൽ അതിൻ്റെ ദോഷവും നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് എന്താണ്, ആഖിറത്തിലെ ഷഫാഅത്താണ്. ആ ആഖിറവുമായി ബന്ധപ്പെട്ട ഷഫാഅത്തിൻ്റെ ഇനങ്ങളാണ് ഞാൻ പറയാൻ പോണത്. എഴുതിക്കോളൂ, ഹെഡിങ് എഴുതിക്കോളൂ. ഷഫാഅത്തിൻ്റെ ഇനങ്ങൾ. ഷഫാഅത്തിൻ്റെ ഇനങ്ങൾ. അപ്പോൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നതാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. എന്തിനാണ് നമ്മൾ ഈ ഷഫാഅത്തിനെ കുറിച്ച് പഠിക്കണമെന്നാണ് പറഞ്ഞത്. അതെന്തിനാണ്, നമുക്ക് മരണശേഷം നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ, ഒരു ധൈര്യം കിട്ടാൻ. കാരണം പടച്ചോനെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷഫാഅത്തിനെ കുറിച്ച് പഠിച്ചപ്പം എനിക്ക് പറയാൻ എൻ്റെ മക്കളില്ലാത്തൊരു സമയം, എനിക്ക് പറയാൻ എൻ്റെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരുമില്ലാത്ത, അവരുടെ ഒന്നും ഒരു ഷഫാഅത്തും സ്വീകരിക്കുക, ഒരു ഉറ്റ ബന്ധുവിൻ്റെയും ഷഫാഅത്ത് സ്വീകരിക്കില്ല എന്ന് ഖുർആനിൽ ആയത്ത് വരാൻ പോകുന്നുണ്ട്, നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഉറ്റ ബന്ധു പറഞ്ഞാരാ, നമ്മളെ സ്വന്തം മക്കൾ, മാതാപിതാക്കൾ. ഇതൊന്നും എനിക്ക് പറയാനില്ലാത്ത സമയത്ത് പടച്ചോനെ ഇന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടല്ലോ എന്നൊരു ധൈര്യമാണ്. മക്കൾ പോലും ഓരോരുത്തരും അവനവൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു കാര്യം പറയാൻ, എനിക്ക് വേണ്ടി പറയാൻ, ശുപാർശ പറയാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പടച്ചോനെ, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു ധൈര്യം ആർക്ക് കിട്ടും, നമുക്ക് കിട്ടും. അത് നമ്മളെ കൂടുതൽ നന്മ ചെയ്തുള്ള ജീവിതത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും. അതൊരു ജീവനാണ്, ഒരു ജീവൻ നൽകലാണ്, ഒരു ശക്തി നൽകലാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ. ഇതാണ് ഇന്നത്തെ ലോകത്ത് നമുക്കൊക്കെ ആവശ്യം. അതാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ട ശക്തി, ഈ ശക്തിയാണ്. നമ്മളെ കുടുംബത്തിന് കൊടുക്കേണ്ട ശക്തി, ഈ ശക്തിയാണ്. അല്ലാതെ ദുനിയാവ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ശാക്തീകരിക്കാനല്ല. ശാക്തീകരണം ശരിക്കും ഈ ദീന് കൊടുത്തുള്ള ശാക്തീകരണം. അതാണ് ഈ ഷഫാഅത്ത് കൊണ്ട് കിട്ടുക. അപ്പം ഇനി ഓരോന്നും നിങ്ങൾ എഴുതി വെക്കുക. ഒന്നാമത്തേത്, അപ്പം ഷഫാഅത്തിൻ്റെ ഇനങ്ങളിൽ ഒന്നാമത്തേത് ഷഫാഅത്തുൽ ഉളുമ. ഒരു പേന ഉണ്ടാവും, ഷഫാഅത്തുൽ ഉളുമ. മലയാളത്തിൽ എഴുതിക്കോളൂ, ഷഫാഅത്തുൽ ഉളുമ. ഷഫാഅത്തുൽ ഉളുമ. ഷഫാഅത്തിൻ്റെ ഇനങ്ങളാണ് പറയണത്. എന്താണ് ഷഫാഅത്തുൽ ഉളുമ? എഴുതിക്കോളൂ. അതിൻ്റെ ഒരു ചെറിയൊരു നോട്ട് ചെയ്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് നൽകപ്പെടുന്ന അൽ മഖാമുൽ മഹ്മൂദ്,
അൽ മഖാമുൽ മഹ്മൂദ്. അൽ മഖാമുൽ മഹ്മൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് നൽകപ്പെടുന്ന അൽ മഖാമുൽ മഹ്മൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അൽ മഖാമുൽ മഹ്മൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന ഈ സ്ഥാനമാണ്. മഹ്ശറയിലെ ഭയാനകതകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിലേക്ക് ശുപാർശ ചെയ്യാൻ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അഭയം തേടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അഭയം തേടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ശുപാർശയാണ് ഷഫാഅത്തുൽ ഉളുമ. ശുപാർശയാണ് ഷഫാഅത്തുൽ ഉളുമ. ഷഫാഅത്തുൽ ഉളുമ. ഷഫാഅത്തിൻ്റെ ഇനങ്ങളുണ്ട്. ഇനി കുറേ പറയാനുണ്ട്, കുറേ ഇനങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കല്ലാരും. പിന്നെ ഇത് നമ്മൾ പലപ്പോഴും കേട്ട സംഭവമാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേട്ടതാണ്. മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു തആല നിർത്തും. ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. എത്രയും കാലം, നമുക്ക് കണക്കില്ലാത്ത കാലം മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് മനുഷ്യന്മാർ ആദം നബി മുതലുള്ള സകല മനുഷ്യന്മാരും മഹ്ശറയിൽ ഉണ്ടാകും. ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ വേണ്ടി പറയും അള്ളാഹിനോട്. അപ്പോൾ ആദം നബി പറയുന്ന കാര്യം, ഇബ്രാഹിം നബി പറഞ്ഞൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോകും. അപ്പോൾ അവരൊക്കെ ചെറിയ സ്ഖലിതങ്ങൾ അവരൊക്കെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ട്. അവരൊക്കെ അതിൻ്റെ ബേജാറിൽ നിൽക്കുകയാണ്. അവസാനം എവിടേക്കെത്തും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീഴും. അല്ലാഹു തആല തല ഉയർത്താൻ വേണ്ടി പറയും, ശഫാഅത്ത് ചോദിച്ചോ എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. അങ്ങനെയാണ് വിചാരണക്കെടുക്കുന്നത്. സ്വർഗത്തുക്കും നരകത്തുക്കും ഒന്നും പോണതല്ല കേട്ടോ. വിചാരണക്കെടുക്കുന്ന ഷഫാഅത്താണ് എന്ത്? ഷഫാഅത്തുൽ ഉളുമ. ഇനി ഞാൻ പറയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു കാര്യം, അതായത് നമ്മൾ ഏതൊരു ദീനിൻ്റെ കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി കണ്ട കാര്യമാണ്, ഒരു ബോധത്തോടു കൂടി ചെയ്യണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മഖാമുൽ മഹ്മൂദ് അല്ലേ, ഈ മഖാമുൽ മഹ്മൂദ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പറയലുമില്ലേ? എപ്പോഴാ പറയലേ? ബാങ്കിൻ്റെ ശേഷം അല്ലേ? എന്താ പറയാ നമ്മൾ?
തമ വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദൻ അൽ വസീല വൽ ഫദില. വസീല ഫദില മുഹമ്മദ് നബിക്ക് കിട്ടേണ്ട 2 സ്ഥാനങ്ങളാണ്. പിന്നെ വബഅസഹു മഖാമൻ മഹ്മൂദ, ഈ മഖാമു മഹ്മൂദിലേക്ക് നബിയെ നീ നിയോഗിക്കണമെന്നാണ്, നബിക്കത് കൊടുക്കണമെന്നാണ്. ഈ മഖാമു മഹ്മൂദാണെന്ത്? ഷഫാഅത്തുൽ ഉളുമ. അപ്പൊ നമ്മളിപ്പോ ഇത്രയും കാലം ഈ മഖാമ്, ഈ നമ്മൾ ബാങ്ക് കേട്ടതൊക്കെ പറഞ്ഞ ആൾക്കാരാണ് അല്ലെ? മഖാമു മഹ്മൂദ് ഇതാണ് എന്ന ബോധത്തോടു കൂടി പറഞ്ഞോ? ഈ മഖാമു മഹ്മൂദ് ഷഫാഅത്തുൽ ഉളുമയാണെന്നുള്ള ബോധത്തോടു കൂടി പറഞ്ഞോ? നമ്മൾ സ്വന്തത്തോട് ചോദിച്ചാൽ മതി. അപ്പൊ ഇനി നമ്മൾ മഖാമു മഹ്മൂദ് പറയുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനാണ് ഷഫാഅത്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്കൊരു ജീവൻ കിട്ടാനാണ്, ഒരു ധൈര്യം കിട്ടാനാണ് ഈ ഷഫാഅത്ത് പഠിക്കുന്നത്. കാരണം നമ്മൾ ഒറ്റപ്പെടുകയല്ല, നമുക്ക് ആരൊക്കെ ഉണ്ട്, മക്കൾ ഉപകാരപ്പെടില്ല, കുടുംബം ഉപകാരപ്പെടില്ല, മാതാപിതാക്കൾ ഉപകാരപ്പെടാത്ത ദിവസം യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, മക്കളോ സമ്പത്തോ സ്വത്തോ അധികാരമോ ഒന്നും ഉപകാരപ്പെടൂല. തക്കപ്പെട്ടേന് റൂഹാണ്ട് പോണത് വരെ, റൂഹാണ്ട് പോയാൽ ഇതൊന്നും ഉപകാരപ്പെടൂല. എങ്കിൽ അതിന് ശേഷം ഉപകാരപ്പെടുന്ന ഒരു സംഗതി നമുക്ക് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമല്ലേ അല്ലേ? എന്തിനു ധൈര്യം? മരിക്കാനും ധൈര്യമാണ്, ജീവിക്കാനും ധൈര്യം. ഡോക്ടർ പറയാണ് ഇന്ന രോഗമാണ്, അധികകാലം ജീവിക്കൂല, ഒരു 2 മാസം ഏറെ എന്നാ ഉണ്ടാവും എന്ന് നമ്മളെപ്പറ്റി ടെസ്റ്റ് എടുത്ത് ഡോക്ടർ നാളെ പറഞ്ഞാൽ ബേജാറാവൂല, ടെൻഷൻ വേണ്ട. നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ, അതെനിക്കൊരു ധൈര്യം കിട്ടുന്ന സംഗതിയാണിത്. അപ്പൊ ഷഫാഅത്തിൽ ഒന്നാമത്തെ ഷഫാഅത്തുൽ ഉളുമയാണ്. ആ ഉളുമ ഇന്ന് മുതൽ നമ്മൾ മഖാമൻ മഹ്മൂദ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മഖാമു മഹ്മൂദ് നമ്മൾ ഓർക്കണം. ഇനി ഞാൻ നബിക്ക് ആ മഖാമു മഹ്മൂദ് അള്ളാഹു കൊടുക്കുന്ന ഖുർആനിൽ പറയുന്നുണ്ട്, നൽകിയേക്കാം എന്നാ പറയുന്നത്. ആ സ്ഥലം ആണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. അപ്പം മഖാമുൽ മഹ്മൂദിനെ കുറിച്ച് പറഞ്ഞത് സൂറത്ത് ഇസ്രാ മറിക്കാം 17-ാം അധ്യായം, 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ. അൽ കഹ്ഫിന്റെ തൊട്ട് മുന്നിൽ അതിൽ 71 മുതൽ 82 വരെയുള്ള ആയത്ത്, 71 മുതൽ 7-1, 17-ാമത്തെ സൂറത്ത് 71 മുതൽ 82 വരെയുള്ള ആയത്തുകൾ കണ്ടില്ലേ? ഓതിക്കോളൂ, എല്ലാവരും ഓതണം കേട്ടോ. أقم
واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا وننزل من القرآن ما നമ്മൾ നിഷാദത്തിൻ്റെ അർത്ഥങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് നിങ്ങൾ ഈ ആയത്ത് കേട്ടപ്പോൾ മക്കാവും മഹ്മൂദൊക്കെ നിങ്ങൾ കണ്ടു. അപ്പം നമുക്ക് ആ മക്കാമ് മഹ്മൂദ് എങ്ങനെ ഉപകരിക്കും എന്നുള്ളത് കൂടി, ആർക്കത് ഉപകരിക്കും എന്നുള്ളത് കൂടി ഇതിൽ വരുന്നുണ്ട്. നമ്മളിങ്ങനെ പലപ്പോഴും പുറത്തേക്ക് നമ്മൾ ഒരു കാര്യത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ പുറത്തേക്ക് ശക്തിയായി തള്ളി മാറ്റുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഒരു ബിൽഡിങ് കത്തുകയാണ്, ബിൽഡിങ് കത്തിയിട്ട് ആളിക്കത്തുകയാണ്. ആ കത്തുന്ന സമയത്ത് നമുക്ക് ഒരു രക്ഷ കിട്ടാൻ വേണ്ടി അത് കത്താത്തൊരു ഏരിയയിലേക്ക് ആൾക്കാർ കടന്ന് നിൽക്കുകയാണ്. ആ കടന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് തള്ളുകയാണ്. നമുക്കതിലേക്ക് കടക്കാൻ കഴിയുന്നില്ല, നമ്മൾ പുറത്തേക്ക് തള്ളുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിർഭയത്വത്തോടു കൂടി കയറി നിന്ന ഒരാളും അതിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പുറത്തേക്ക് തള്ളി ആ തീയിലേക്ക് തന്നെ തള്ളി വിടുന്ന ഒരാളും ആ തീയിൽ വെന്ത് മരിക്കുന്ന ഒരാളും രക്ഷപ്പെട്ട ഒരാളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു മഖ്റജും ഒരു മുദ്ഖലും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ഏരിയയാണ് ഈ ആയത്തുകൾ. നമുക്ക് മനസ്സിന് നമുക്കൊരു വല്ലാത്തൊരു ഒരു ആകുലതകളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന് ഒരു ശമനം കിട്ടാൻ, ഒരു ശിഫ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഏത് രൂപത്തിൽ നമ്മൾ ജീവിക്കണം, ഏതൊക്കെ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ആയത്തുകളാണ് നമ്മൾ ഈ വരുന്ന ആയത്തുകൾ. എന്നിട്ട് അള്ളാഹ് ഇതിൽ പറയുന്നുണ്ട്, ദുനിയാവിൽ കണ്ണുപൊട്ടനായവരൊക്കെ പരലോകത്തും കണ്ണുപൊട്ടനായിരിക്കുന്ന ഒരു ആയത്ത് ഇതിലുണ്ട്. ദുനിയാവിൽ അന്ധനായവനൊക്കെ പരലോകത്ത് അന്ധനാന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ചു പോയ മക്കളൊക്കെ നാളെ പരലോകത്തും അന്ധന്മാരെന്നല്ല പറഞ്ഞതിനർത്ഥം. മറിച്ച് എന്താണെന്നറിയോ, കണ്ണുണ്ടായിട്ടും കാണേണ്ട ചില കാര്യങ്ങളുണ്ട്, ചിന്തയുടെ വാതിലാണ് കണ്ണെന്ന് പറഞ്ഞത്. ഒരു കാണുന്ന ഒരു വസ്തുവിനെ കുറിച്ച്, ഇപ്പോൾ പോത്തുകൾ, ആടും, മൃഗങ്ങളൊക്കെ കണ്ണുണ്ട്, കാണും. പക്ഷെ ആ കണ്ണല്ല മനുഷ്യന് പടച്ചോൻ തന്നത്. മനുഷ്യനെ പടച്ചോൻ തന്ന കണ്ണും ആടിനും പോത്തിനും കൊടുത്ത കണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിട്ടും ചിന്തിക്കാത്ത മനുഷ്യൻ ഈ കണ്ണ് പൊട്ടനായിട്ട് പരലോകത്ത് വരുന്നതാണ്. കണ്ണിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ അന്ധന്മാരൊക്കെ പരലോകത്ത് അന്ധന്മാരെന്നല്ല പറഞ്ഞതർത്ഥം. അപ്പം ചില യാഥാർത്ഥ്യങ്ങൾ കണ്ട് നമ്മൾ ജീവിക്കും. ആ യാഥാർത്ഥ്യങ്ങൾ അല്ലാഹ് ഈ ഗ്രന്ഥത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സഹോദരങ്ങളെ, ഇതിൻ്റെ ഓരോ ഹറഫിലും, ഇതിൻ്റെ ഓരോ പേജിലും, ഇതിൻ്റെ ഓരോ ഹറഫിലും, ഓരോ വരിയിലും നമ്മളെ കണ്ണിന് തുറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് പഠിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ പഠിക്കുന്ന ആളുകൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ ആയത്തിൻ്റെ അർത്ഥവും, അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നടക്കേണ്ട ക്ലാസ്സാണ് ഞായറാഴ്ച നടക്കുന്നത്. അപ്പോൾ അടുത്ത ഞായറാഴ്ച നമ്മൾ സാധാരണ നടക്കേണ്ട ക്ലാസ്സാണ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കും. പരമാവധി എല്ലാവരും എത്തുക, കുടുംബത്തോടു കൂടി എത്തുക. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെയൊക്കെ ഈ ക്ലാസ്സുകൾ കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ പള്ളിൽ കൊണ്ട് നമുക്കൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. എവിടെ വെച്ച് എങ്ങനെയാണ് മരണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാൻ കാമിലായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് വെളിച്ചമായി നൽകിയ ഈ ഖുർആൻ പ്രയോജനപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നമ്മുടെ അണ്ണാനഗറിൽ 9 മണിക്കും 10:30 മണിക്ക് MMA-യിലും 3:15 അടയാറിലും ക്ലാസ് ഉണ്ട്. പറ്റുന്ന ആളുകളൊക്കെ ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അടുത്തൊരവസരം നമുക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.